ഗുഡ് മോർണിംഗ്. അപ്പൊ എന്റെ മുഖമൊക്കെ ദാ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കേട്ടാ. ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോ ഞാൻ എഴുന്നേറ്റിരിക്കുന്നതാണ്, വിശന്ന് വിശന്ന് വല്ലാണ്ട് വിശന്നിട്ട്. അപ്പൊ ഞങ്ങള് വെളുപ്പിനെ പുറത്തു പോയി ചായ കുടിക്കുന്ന ഒരു ശീലം കുറേ വർഷങ്ങളായിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇപ്പൊ ഒരു വർഷമായിട്ട് നിർത്തി വെച്ചേക്കുക. അപ്പൊ ഞങ്ങൾ അത് വീണ്ടും ഇന്ന് പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങുവാണ്. കൊണ്ടുപോകേണ്ട ആളിതാ ഇതേപോലെ ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിളിച്ചപ്പോൾ ആളിതേ ടീഷർട്ടും ആയിട്ടുണ്ട് ഓടി ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വെളുപ്പാൻ കാലത്തൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെ കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ നല്ല രസമാണല്ലേ ആ സൗണ്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് രാത്രിയിൽ യാത്ര പോകുന്നത് വെളുപ്പിനെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടാണ്. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് വഴിനീളെ ആ ഇരുട്ടിൻ്റെ ഇടയ്ക്ക് കുറേ വെളിച്ചങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്കൊരു പോസിറ്റീവ് എനർജി പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെയുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങളിങ്ങനെ പോകുമ്പോഴത്തേക്ക് തന്നെ ആ ഇരുട്ടൊക്കെ മാറി ഇങ്ങനെ എന്താ പറയുക നേരം വെളുത്ത് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം 4 മണിക്ക് ഒരുങ്ങിയാണ് ഈ 5 മണി 5:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു വിശപ്പിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? രാത്രിയിൽ ഫുഡെല്ലാം കഴിച്ചു വന്നിട്ട് റൂമിൽ ജീരകാരിഷ്ട ഇരിക്കുന്നത് കണ്ട് അളവൊന്നും നോക്കിയില്ല മക്കളെ, 2 3 കവിൾ അങ്ങോട്ട് എടുത്ത് കുടിച്ചു. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിച്ചതും എല്ലാം കത്തിക്കരിഞ്ഞ് വയറ്റിൽ കിടന്ന് അങ്ങോട്ട് പോയി ആന്തൽ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1:30 മണിയായപ്പോൾ മുതൽ ഞാൻ എഴുന്നേക്കും വെള്ളം കുടിക്കും ഇത് തന്നെ പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ എഴുന്നേറ്റിരുന്നപ്പോഴാണ് നൗഫലിക്ക പറഞ്ഞത് എന്നാൽ ചായ കുടിക്കാൻ പോയാലോ എന്നുള്ളത്. എന്തായാലും എൻ്റെ ഉറക്കം പോയി. ഇപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോയതാ. ഞങ്ങൾ അവിടെ എത്തി, ഞാൻ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നൗഫലിക്ക ഒരു സ്ട്രോങ്ങും ഒരു ലൈറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് എനിക്കും സ്ട്രോങ് നൗഫലിക്കാക്കുവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ വന്ന് എന്താ പറയുക ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. നൗഫലിക്ക കൊണ്ടുപോകാൻ റെഡിയാണ് കേട്ടോ. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭ്രാന്തി ആയതുകൊണ്ട് ഞാൻ വിളിച്ചാലും എഴുന്നേറ്റ് പോകൂല. പിന്നെ എൻ്റെ ഉറക്കം പോയതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ചായയും കൊണ്ടുവന്നപ്പോൾ ചേട്ടൻ ചോദിച്ചു നല്ല ചൂട് ഉഴുന്നുവട ഉണ്ട് വേണമെന്ന് ചോദിച്ചു. പിന്നെ നല്ല വിശന്നിട്ട് വന്നാൽ ആര് വേണ്ടെന്ന് പറയും. അങ്ങനെ ഇതാ ഉഴുന്നുവടയും കഴിച്ച് ചായയും കുടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നൗഫലിക്ക നിനക്ക് വിശക്കുന്നില്ലേ ഒരെണ്ണം കൂടി കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പത്തിരി വാങ്ങിച്ചിട്ട് എണ്ണപ്പത്തിരി വാങ്ങിച്ച് രാവിലെ എണ്ണക്കടികൾ അത്ര നല്ലതൊന്നും അല്ല, എന്നാലും ഭയങ്കര വിശപ്പിൻ്റെ വിളിയായിട്ട് പോയതല്ലേ എന്ന് വിചാരിച്ച് ഞാനങ്ങ് വാങ്ങിച്ച് ചായയും അടിപൊളി, ഉഴുന്നുവടയും അടിപൊളി, ആ പത്തിരിയും അടിപൊളി. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ആ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നൗഫലിക്ക കൊണ്ടുപോകാൻ ഭയങ്കര റെഡിയാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഉറക്കത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ 10 പവൻ തരാമെന്ന് പറയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകില്ല. അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ദേ അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. ആ ഒരു പാർക്കിൽ ഞങ്ങൾ